ഈ വർഷം എക്സൈറ്റഡ് ആയിരിക്കണ പടങ്ങള് ഉണ്ട് ഇനിയും. കാരണം വർഷം തീരാറ് എന്നാലും ഉണ്ട്. അതിനകത്ത് ഒരു മെയിൻ പടമാണ് കാന്താര ചാപ്റ്റർ 1. യെസ്, 1 എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഞാൻ കാന്താര കർണാടക വെച്ചാ കണ്ടത്. കന്നഡയിൽ തന്നെ കർണാടകയിൽ തന്നെ അവിടുത്തെ തിയേറ്ററിൽ കണ്ടു. 1 സെറ്റപ്പ് ആയിരുന്നു. ആ അറ്റ്മോസ്ഫിയർ ഒരു രക്ഷയില്ലായിരുന്നു. അപ്പൊ ആ വൈബൊക്കെ മൈൻഡിൽ കിടക്കുന്നുണ്ട്. ഇത് കാണാൻ പോകുമ്പോഴും അങ്ങനെയാണ് എന്റെ പ്രതീക്ഷകള്. അറിയാൻ പാടില്ല, ബട്ട് സെയിം ടീം തന്നെയാണ്. ഋഷഭ് ഷെട്ടി തന്നെയാണ് നായകനും, ഋഷഭ് ഷെട്ടി തന്നെ ഡയറക്റ്റ് ചെയ്യണു, എല്ലാം സെയിം തന്നെ. അപ്പൊ സ്റ്റിൽ ഹോപ്പുള്ള സാധനം തന്നെയാണ്. നല്ല ഞാൻ ആക്ച്വലി അപ്പോൾ ഒരു 3-4 വർഷമെങ്കിലും കണ്ടിട്ടുണ്ട്. എനിക്ക് അതിൽ കുറെ ഷോട്ട്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാട്ടില് പോണ സീനും കറങ്ങണ സീനും പിന്നെ അവനെ എന്ന് പറഞ്ഞ അത് കേൾക്കുമ്പോ തന്നെ ഒരുപാട് സാധനം ഉണ്ട്. അതുപോലെ ഭയങ്കര ഫസ്റ്റ് അല്ല ചാപ്റ്റർ 2 കിട്ടുമായിരുന്നു. എനിക്ക് ഭയങ്കര എന്റെ ഫേവറേറ്റില് ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു കാന്താര. എന്തായാലും അതിന്റെ ഗ്ലിംസ് ഓൾറെഡി ഞങ്ങള് തിയേറ്ററിൽ കണ്ടിരുന്നു. തിയേറ്ററിൽ നമ്മൾ യൂട്യൂബിൽ ഇല്ലാത്ത ഐറ്റം ആണെന്നോ തിയേറ്ററിൽ കണ്ടില്ലാത്ത കുറെ ഷോർട്സ് കണ്ടിരുന്നു. മദ്രാസി കാണാൻ പോയി. അപ്പൊ അന്ന് ഞങ്ങൾ വിചാരിച്ച ട്രെയിലർ ഇറങ്ങുമ്പോ തന്നെ കാണണം, അത് റിയാക്ഷൻ ചെയ്യണം, എല്ലാവരിലും എത്തിക്കണം എന്നൊക്കെ. എന്തായാലും സാധനം ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഋഷഭ് ഷെട്ടിയാണ് നായകൻ, രുക്മണിയാണ് നായക. ഹോംബാല ഫിലിംസ് ആണ്. എല്ലാവർക്കും അറിയാലോ ഇപ്പൊ ഹോംബാല ഫിലിംസ് എവിടെ എത്തിയിരിക്കണം എന്നുള്ള കാര്യമല്ല. എന്തായാലും സാധനം ഇറങ്ങിയിട്ടുണ്ട്, കണ്ടിട്ട് ബാക്കി പറയാം. அப்பா இந்த இடத்துல எதுக்காக மாயமானாரு? സെയിം ഷോട്ട് തന്നെയാണല്ലോ. അവന്റെ മോനാണ്. அது ஒரு பெரிய புராண கதை. என்ன புராண கதை? காரணிக்கா கல்லா இருக்குமோ? எப்பெல்லாம் மனுஷன் அதர்மத்தின் வழி நடக்கிறானோ அப்பெல்லாம் தர்மத்தை காப்பாத்த ஈஸ்வரன் அந்த எல்லா கணங்களும் வந்து நிலைச்சது இந்த புனித பூமியில தான். வர கொஞ்சம் தாமதம் ஆயிடுச்சு இல்ல? காந்தாராக்குள்ள எந்த காரணம் கொண்டும் போகக்கூடாது. என்ன சிரிக்கிற? அங்க பிரம்ம ராட்சசன் இருக்கா? இந்த புண்ணாக்குங்க காட்டுல ஒரு மண்ணும் இல்லடா, எல்லாம் வெறும் கதை. இனிமே இங்க விளையறதுல 3ல் 1 பங்கு எல்லையில வைக்க தேவையில்லை. காந்தாரா ஆளுங்க நம்ம துறைமுகத்துல வியாபாரம் பண்றாங்க. பாங்கராவுக்குள்ள உங்களை யாரு கூட்டிட்டு வந்தது? ചുമ്മാ அதுக்காக தான் நெருங்கி வந்தேன். இதெல்லாம் உங்க ஆளுங்களுக்கு தெரிஞ்சா நீங்க எங்க கூட வர மாதிரி இருக்கும். நம்ம யுவராணியோட இருக்கிறத பார்க்கும்போது உங்க சிம்மாசனத்து மேல ஒரு கண்ணு வச்சிருக்கான்னு தோணுது. குளத்துக்கு ஏற்பட்ட கலங்கத்தை காந்தாராளுங்க ജയറാമാണ് നല്ല റോളുണ്ട് കേട്ടോ. அரசே, தீயணைக்கும் தைரியங்கள் யாருக்குள்ளது? சங்கிலிகள் தீயினால் ரூபம் கொண்டது. ഫസ്റ്റിന്റെ ഡബിൾ ആട്ടല്ല. എന്റെ മോനെ ஈஸ்வர கடவுள் இங்க வந்தாரா? இங்க வந்தது மட்டும் இல்ல, இங்கதான் அழைச்சிருக்காரு. இப்பவும் இருக்காரா? ഓ എന്റെ മോനെ എന്നെ ദുഃഖല്ലേ. നമ്മള് വിചാരിച്ചതിന്റെ അതുക്കും മേലെ ഡബിളല്ല ത്രിബിളാ സാധനം. ഒരു രക്ഷയില്ല. എനിക്ക് തോന്നണ പയ്യൻ ഇതിങ്ങനെ അച്ഛൻ എന്തിനാ പോയെ എന്നുള്ള കാര്യം ചിന്തിച്ചിട്ട് ഇവിടെ വെച്ചാണല്ലോ അച്ഛൻ മായമായി പോയത്. അതുകൊണ്ട് കാന്താര കണ്ടിട്ടുണ്ട്. കാന്താരയിലെ ഋഷഭ് ഷെട്ടിയുടെ ക്യാരക്ടറിന്റെ ക്യാരക്ടർ അവിടെ വെച്ചാണ്
ഇതായി പോണേ, മാഞ്ഞു പോണത്. പിന്നീട് ഇവരുടെ പൂർവികരുടെ കഥയാണ് കഥയിലേക്ക് ഒന്നല്ലേ കഥ പറയണതോ അല്ലെങ്കിൽ അവന് ഒരു വിഷയം കിട്ടണ എന്തെങ്കിലും ആയിരിക്കും. എന്തായാലും ഒരു രക്ഷയില്ല, ഫൈറ്റ് ഒക്കെ വേറെ ലെവല് സാധനമായി കളഞ്ഞു. അതായത് ഇതിന്റെ സ്റ്റോറി ലൈൻ എന്തായിരിക്കും ആലോചിക്കാൻ പോലും പറ്റില്ല. കാരണം കാരണം ഇതൊരു ലെജൻഡാണ് അവിടുത്തെ. ആ ലെജൻഡ്, ഒരു മിത്ത്, ആ സംഭവം എങ്ങനെ ആണ് ഇവര് പ്രസന്റ് ചെയ്യാൻ പോണേ എന്നുള്ളത് ആലോചിച്ചിട്ട് തന്നെ രോമൊക്കെ ഇടിക്കുന്നത്. സത്യം. അത് ആ മറ്റൊരു കൊച്ചിങ്ങനെ കിടക്കുമ്പോ ചുറ്റിനും പുലി വന്നെ ടോപ്പിങ് എലികള് കൂടി തന്നെ, പിന്നെ ആ മരം കത്തിയിട്ട് രൂപം തന്നെ സാധനം എന്റെ പോലും അതിനോട് തിയേറ്ററിലേക്ക് ഇരുന്ന് കണ്ടറിയാതെ നമ്മുടെ സാധനം സാധനമുണ്ട്. പടം കൂടെ സീനായ അങ്ങനെ സ്റ്റോറി എങ്ങനെയുണ്ട്, അതിന്റെ സംഭവം എങ്ങനെയുണ്ടെന്ന് കണ്ടാൽ മതി. സംഭവം രുക്മിണിക്കൊക്കെ അത്യാവശ്യം ഫൈറ്റ് ഉണ്ടെന്നുണ്ട്, 2 വാളൊക്കെ എടുത്ത് വീശുന്നുണ്ടായിരുന്നു. അതെ, മറ്റേ പ്രിയങ്ക മോഹൻ തോക്കെടുത്ത് ഒരു പടത്തില് കാണിക്കുന്നുണ്ട്, കോമഡി കളഞ്ഞല്ല, അതുപോലെ ആവണ്ടിരുന്ന ഇല്ലായിരിക്കും. പിന്നെ ഗുൽഷനാണ് വില്ലനായിട്ട് നടനാണ് ഗുൽഷൻ. ഞാൻ പുള്ളിയുടെ കണ്ടേക്കണെന്ന് പറഞ്ഞ ദുൽഖറിന്റെ മറ്റേ സീരീസ് അതിലെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പുള്ളിയുടെ ഹണ്ടർ, പിന്നെ മരുതക്കോതറിനെയോ അതിനകത്തും വില്ലനായിരുന്നു പുള്ളി. കിട്ടുക്കൻ ആക്ടർ, ചൂസിയാണ്, അമ്മാരി റോൾസ് ആണ്, നമ്മൾ മറക്കൂല പുള്ളിയുടെ റോൾസ്. അങ്ങനത്തെ പുള്ളി അങ്ങനെ എടുത്തേ ആയിരിക്കും ഇത്. കാരണം പുള്ളിക്ക് നല്ല പുള്ളിയുടെ പ്രസൻസ് കണ്ടറിയാം, ഭയങ്കര സ്ക്രീൻ പ്രസൻസ് ഉള്ള ആളല്ലേ. പുള്ളിയെ കണ്ടപ്പോ തന്നെ എന്റെ ഒരു വിശ്വാസം കൂടി, പടം കാണണം എന്നുള്ളൊരു ഇത് കൂടി, പുള്ളിയെ കണ്ടോണ്ട് മാത്രം. സംഭവം പുള്ളിക്കും പുള്ളി എടുക്കാനാണ്. പിന്നെ ആ ലാസ്റ്റ് ഷോട്ട് ഉണ്ടല്ലോ, ആ ഒരു ഗുഹയ്ക്കകത്ത്, ആ സാധനമാണ് നമ്മൾ തിയേറ്ററിൽ കണ്ടത്. അതാണ് ഞങ്ങൾ തിയേറ്ററിൽ കണ്ടത്. ഇവിടെ ജയറാമേട്ടനും നെഗറ്റീവ് ഷെയ്ഡിന്റെ ഒരു ഇതാന്ന് തോന്നുന്നുണ്ട്. ഒരു രാജാവിന്റെ സംഭവമാണ് ജയറാമേട്ടനെ കാട്ടുന്നത്. രാജാവിന്റെ കൂടെ രണ്ടിതും കാട്ടുന്നുണ്ട്. അത് ഞാൻ പിന്നെ ആലോചിച്ച ഒരു സ്വാമി മഹർഷി ഒരു രൂപത്തിലും വരുന്നുണ്ട്, ലാസ്റ്റ് രാജാവിന്റെ രൂപത്തിലും വന്നു. ഇനി ഇവരുടെ ഇടയിലേക്ക് ഇറങ്ങിപ്പോയി എന്താന്ന് കണ്ടുപിടിക്കാൻ പോയി അങ്ങനെ പറയാം. കാരണം പുള്ളിയുടെ ഇപ്പോഴത്തെ റോളുകളെല്ലാം അങ്ങനെയാണല്ലോ കൂടുതലും വെറൈറ്റി റോളുകൾ ഇപ്പൊ എടുക്കണ്ടേ. ചെറുതോ വലുതോ നോക്കാണ്ടില്ല, സിഗ്നിഫിക്കൻസ് ഉള്ള റോളാ ഇത്. അങ്ങനെ തന്നെ ആയിരിക്കും. എന്താ പറയണ്ടേ, ഭയങ്കര സിനിമ ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാട്ടോ ഞാൻ. ഇത് എന്തായാലും പോയി കാണണം, കണ്ടെന്തായാലും പറയണം. സംഭവം എന്തായാലും പൊളിക്കും. ഒക്ടോബർ 2-ാം തീയതി. ഓ ഇനിയിപ്പോ പറയാൻ വരാറ്. ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഓജി ചെയ്യാണ്ടേ. എന്താ പറയണേ, സംഭവം എന്തായാലും ഒരു രക്ഷയില്ല. പറഞ്ഞതന്നെ പിന്നെ ഞാൻ പറഞ്ഞോണ്ടിരിക്കും, ഒരു രക്ഷയില്ല. അയ്യോ അടിപൊളി. നിങ്ങളും കാണും. നമ്മള് ഡിസപ്പോയിന്റ് ചെയ്യുന്നു കേട്ടോ. ഹൊമ്പാല ആകെ ഡിസപ്പോയിന്റ് ചെയ്ത് മലയാളത്തിൽ ഒരു സിനിമ എടുത്ത ധൂമം സിനിമ. പക്ഷെ ഈ ധൂമ സിനിമയിൽ കുറെ ഡയലോഗുകളൊക്കെ അതില് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഇതായിരുന്നു. മറ്റേ എന്തിനെല്ലാവരും ഇങ്ങനെ ഇതിനു വേണ്ടി ഒരു പുളിയുള്ള ഫുഡൊക്കെ കഴിച്ച അങ്ങനെ കുറച്ച് സാധനങ്ങളോ അങ്ങനെ. പക്ഷെ ഇവര് നല്ല ഭയങ്കരമായിട്ട് നോക്കി എടുത്ത് സെറ്റപ്പ് ചെയ്യണ. പക്ഷെ ആ ധൂമാണെങ്കിൽ പോലും ഭയങ്കര മെസ്സേജ് ഉള്ള പടം തന്നെയാണ്. അതെ. പക്ഷെ അത് പേഴ്സണലി എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല പടം. എന്തോ ആ പടം എടുത്തു വെച്ചേക്കണോണ്ടാന്ന് തോന്നുന്നു. അതിന്റെ ആയിരിക്കും. പക്ഷെ അതിന്റെ ശരിക്കും സ്റ്റോറി അത് നല്ല സാധനം. പിന്നെ ഹൊമ്പാലയാണ് ഈ അടുത്ത് അനിമേഷൻ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ കളക്ഷൻ മേടിച്ച അനിമേഷൻ പടം. മാതാർ നരസിംഹ ചെയ്തവരാണ്. അതും ഒരു രക്ഷ ഉണ്ടായില്ല. പ്രോമിസിംഗ് ആണ്. അപ്പൊ ഹൊമ്പാലെ ഒന്നും മോശമാക്കാറില്ല. എന്തായാലും ഇതും അവര് തകർക്കും. ഞങ്ങളും തകർക്കും. ഞങ്ങളത് കഴിഞ്ഞ് വന്നിട്ടും തകർക്കും. എന്തായാലും എല്ലാവരും കാണുക, എൻജോയ് ചെയ്യുക. ചെയ്യുക. ഓക്കെ, ബൈ.